നിങ്ങൾ ആ വ്യക്തിയെ ഇനിയും കാത്തിരിക്കണോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോകുന്നു? ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഇനി നീങ്ങേണ്ടത് എന്ന് നോക്കാം. ഇനിയും കാത്തിരിക്കണോ നിങ്ങളുടെ വ്യക്തി, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകണമോ എന്ന് നോക്കാം. അപ്പോൾ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്യാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് ഇതാണ്. ഫസ്റ്റ് കാർഡ് എടുക്കുകയാണ്. മൂവ് ഓൺ ചെയ്ത് പോകണോ വേണ്ടയോ എന്ന്. അപ്പം ഈ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് അവർക്ക് തീർച്ചയായും മുന്നോട്ടേക്ക് തന്നെ പോകാം. അവർ സൺ കാർഡാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ്. മുന്നോട്ടുള്ളേക്ക് ജീവിതത്തിലേക്ക് കടക്കാം. അതിനുവേണ്ടി മുന്നോട്ടേക്ക് ശ്രമിക്കാനാണ് പറയുന്നത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ശ്രമിക്കാൻ. അത് സന്തോഷപ്രദമായ ഒരു ജീവിതമായിരിക്കും. ഏറ്റവും ഒരു വെളിച്ചം തരുന്ന ഒരു ജീവിതമായിരിക്കും ഇനി ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് വരുന്നത്. സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവരത് മൂവ് ഓൺ ചെയ്ത് പോകണോ കാത്തിരിക്കണോ? ആ വ്യക്തി മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. വ്യക്തി മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, നിങ്ങളെ കൈവിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാത്തിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ തന്നെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, കൈവിട്ടിട്ടില്ല, വിട്ട് കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം എന്നാണ് കാണുന്നത്. തേർഡ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് വിഷമിക്കേണ്ട ഒരു സാഹചര്യമാണ്. അത് ഒരു ടവർ കാർഡാണ്. തീർച്ചയായും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് ടോക്സിക്കായ റിലേഷൻഷിപ്പ് ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം. പെട്ടെന്നൊക്കെ തകിടം മറിഞ്ഞ ഒരവസ്ഥയാണ്. ഒരുപാട് സ്നേഹം കൊടുത്ത് പെട്ടെന്ന് അതെല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ, എല്ലാം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് തേർഡ് കാർഡ് സെലക്ട് ചെയ്ത് കാണുന്നത്.